ഈ കാണുന്നതാണ് കോമാച്ചി പാർക്കിലേക്കുള്ള അവസാനത്തെ വളവ്. വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഈ റോഡിലൂടെയാണത്രേ ബ്രിട്ടീഷുകാർ പണ്ട് കോമാച്ചി പാർക്ക് എത്തിയത്. പുരാണിക കാലങ്ങളിൽ അവസാനിപ്പിക്കുന്ന ഒരുപാട് തേയിലത്തോട്ടങ്ങളും വൻമരങ്ങളുമൊക്കെ ഇവിടെ കാണാം. മാനന്തവാടിയിൽ ഈ പുതിയൊരു അറിവിലേക്ക് എന്നൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് കോമാച്ചി പാർക്കിലേക്കുള്ള എൻട്രി. ദൂരെയായി കാണുന്ന KSRTC ബസ്സിന്റെ ഇടയിലൂടെ കാണുന്നതാണ് കോമാച്ചി പാർക്കിലേക്കുള്ള ബോർഡ്. 300 മീറ്ററാണ് ഈ സ്ഥലത്ത് നിന്നും. ഞങ്ങളുടെ വാഹനത്തിന് തൊട്ട് മുന്നിലായി 2 കന്യാസ്ത്രീകൾ കൈകാട്ടി നിർത്തി. വണ്ടിയിൽ കയറാനാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ പറ്റിച്ചു. അവർ KSRTC ബസ്സിൽ ഓടിക്കയറുന്ന കാഴ്ചയും കണ്ടു. ഈ കാണുന്നതാണ് കോമാച്ചി പാർക്കിൻ്റെ ബിൽഡിംഗ്. ഈ തണുത്ത മരങ്ങളുടെ ചില്ലയുടെ ഇടയിലൂടെയാണ് ഇനിയുള്ള യാത്ര. ഞങ്ങൾ കോമാച്ചി പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ വളരെ സന്തുഷ്ടരാണ്. 100 ചില്ലറ കിലോമീറ്റർ ഓടിച്ച് ഇപ്പോഴാണത്രേ അദ്ദേഹത്തിനൊരു സമാധാനമായത്. നമ്മുടെ ബേക്കിൽ ഒരുപാട് കുട്ടികളും ഒരു ആളും കിടന്നുറങ്ങുന്നുണ്ട്. ഇനിയും കുറേ ദൂരം പോവേണ്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ കോമാച്ചി പാർക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതാണ് കണ്ണൂരിൻ്റെ ബസ്. കണ്ണൂർ ടീം വന്ന ബസ്സാണത്രേ ഈ കാണുന്നത്. അങ്ങനെ മക്കളെ, ഞങ്ങൾ കോമാച്ചി പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ കോമാച്ചി പാർക്കിൻ്റെ ഈ വിജനമായ സൗന്ദര്യം കണ്ട് ഞങ്ങൾ അതിശയിച്ചിരിക്കുകയാണ്. മേലോട്ട് കയറ്റിക്കോളും. ഞങ്ങൾ ഡ്രൈവർക്കൊരു മനസ്സിനൊരു ആശങ്കയാണ്. ഗേറ്റിൽ മറ്റേ സെക്യൂരിറ്റിയെ കാണാത്തത് കൊണ്ടാണാവും ഞങ്ങളുടെ ഗിയറൊക്കെ മാറ്റി നേരെ മുകളിലേക്ക് വെച്ച് പിടിപ്പിച്ചു. പ്രപഞ്ചത്തിന് നേരെ വിട്ടോളൂ. ഞങ്ങൾ കോമാച്ചി പാർക്കിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി തിരിക്കുമ്പോൾ ഒരു ആളിതാ ചെവിയിൽ ഫോണും ഒരു പീപ്പിളിയും അടിച്ചുകൊണ്ട് ഞങ്ങളെ തിരിച്ചു വിട്ടു. ഹായ് ഗായ്സ്, നമ്മുടെ കോമാച്ചി പാർക്കിൻ്റെ ടീമുകളൊക്കെ സാർ AIC